നേരത്തെ കൊടുത്തില്ലേ? സൂര്യ, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്നൊന്നും എനിക്കറിയില്ല. നിന്നോട് മാത്രമല്ല, ജീവിതത്തിലുടനീളം ഞാൻ തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആളുകൾ ഓരോ തവണ എതിർക്കുമ്പോഴൊക്കെ എന്റെ വാശി കൂടി. അവരെയൊക്കെ എന്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ച് യുദ്ധം ചെയ്തു. അതിനിടയിൽ ഒരുപാട് പേരുടെ ശാപം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായത്, ഞാൻ യുദ്ധം ചെയ്തവരും വേദനിപ്പിച്ചവരും ഒന്നും എന്റെ ശത്രുക്കളായിരുന്നില്ല എന്ന്. എന്റെ ശത്രു എന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. സൂര്യ, സ്വന്തം നിഴലിനോട് തന്നെ പടവെട്ടി തോറ്റുപോയവനാ ഞാൻ. ഇനി എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. നീ എന്നോട് ക്ഷമിക്കണം, എന്റെ കൂടെ വരണം. പരിശോധിച്ചോ, എനിക്ക് പരാതിയൊന്നുമില്ല. എത്ര മുഖങ്ങളുണ്ട് നിങ്ങൾക്ക്? ഒന്ന് മാത്രമല്ല, നിരവധി മുഖങ്ങളുള്ള ഒരു ഫ്രോഡാണ് നിങ്ങൾ. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയിന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന്. പക്ഷെ അതിനുത്തരം എനിക്കറിയാം. ആർത്തി, പണത്തിനോടും പെണ്ണിനോടുള്ള ആർത്തി. നിങ്ങളുടെ മനസ്സിലൊരു ദുരമൂർത്ത അസുരനുണ്ട്. അതിനെ കൊല്ലാതെ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞല്ലോ, ഒരുപാട് പേരുടെ ശാപം നിങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്ന്. ശത്രുവാണെന്ന് കരുതി മിത്രങ്ങളെയെല്ലാം ദ്രോഹിച്ചകറ്റി നിങ്ങൾ ജയിച്ചെന്ന് കരുതി അഹങ്കരിക്കുമ്പോ നിങ്ങൾ ഒന്ന് ഓർക്കണമായിരുന്നു, അവർക്ക് ഒരു കുടുംബം ഉണ്ടെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് വരെ ജീവിതത്തിൽ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ? 7 വർഷം നമ്മൾ പ്രണയിച്ചു, എന്നിട്ട് വിവാഹം കഴിച്ചു. നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയല്ലാതെ എന്നെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ഇനിയായാലും നിങ്ങൾക്കൊരു നല്ല മനുഷ്യനാകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ പറഞ്ഞതൊക്കെ സത്യങ്ങളാണ് സൂര്യ. എനിക്കിപ്പോ നല്ല കുറ്റബോധമുണ്ട്. തമാശ പറയല്ലേ അവിനാശ്. ഇതുപോലെ ക്ഷമ പറഞ്ഞിട്ടാ നിങ്ങൾ എന്നെ കഴിഞ്ഞ തവണ കൊണ്ടുപോയത്. എന്നിട്ട് എന്റെ മുന്നിൽ വെച്ച് പ്രിയയോട് നിങ്ങൾ എന്താ ചെയ്തത്? എനിക്ക് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവളെ നശിപ്പിക്കുമായിരുന്നില്ലേ? ആത്മാർത്ഥമായി നിങ്ങൾ ക്ഷമ ചോദിച്ചതാണെന്ന് തെറ്റിദ്ധരിച്ച ഞാനന്ന് നിങ്ങളുടെ കൂടെ വന്നത്. അവിടെയും നിങ്ങൾ എന്നെ തോൽപ്പിച്ചു. ഇല്ല സൂര്യ, ഞാൻ ശരിക്കും ക്ഷമ ചോദിക്കാൻ തന്നെയാ പ്രിയെ വിളിച്ചു വരുത്തിയത്. അതൊക്കെ വെറുതെ തോന്നുക. വെളിച്ചം നിറഞ്ഞെന്ന് എത്ര വേദികളിൽ ആടിത്തിമിർത്തവനാ നീ. നിനക്ക് വെളിച്ചത്തെ പേടിയോ? ഏയ്, ഞാനത് വിശ്വസിക്കില്ല. ജീവിതത്തിലെ വെളിച്ചം അണഞ്ഞുപോയ പിന്നെ ചുറ്റും ഇരുട്ട് മാത്രമാവാൻ ആഗ്രഹിക്കും. അതൊക്കെ കഴിഞ്ഞുപോയ കഥകളാ. നിന്റെ ജീവിതത്തിൽ ഇപ്പൊ പ്രകാശം മാത്രമേ ഉള്ളൂ. കാവലിനായി ഈ ഏട്ടനും അമ്മയും എല്ലാരും ഉണ്ട്. അപ്പൊ ജ്യോതിയില്ലേ?
ജ്യോതിയുണ്ട്. ആ ഈ വീട് മുഴുവനും ഉണ്ട്. നീ ഒന്ന് ഉത്സാഹത്തോടെ നടന്നാൽ മാത്രം മതി. ശിവ, നാളെ നീ എന്റെ കൂടെ പുറത്തേക്കൊക്കെ ഒന്ന് വരണം. നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം, ഓഫീസിൽ പോകാം, പിന്നെ നമ്മുടെ റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കാം. അങ്ങനെ കുറച്ചു ദിവസം കഴിയുമ്പോൾ ചെറിയ ചെറിയ ചുമതലകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യണം. ജീവിതം അങ്ങനെ പതുക്കെ പതുക്കെ തിരിച്ചു പിടിക്കാൻ നിനക്ക് സാധിക്കും. ഇല്ല ഏട്ടാ, ഞാനിവിടെ നിന്ന് എങ്ങോട്ടുമില്ല. ഒറ്റയ്ക്കിരിക്കുന്നതായി ഇപ്പൊ എന്റെ സുഖം. പിന്നെ എനിക്ക് ഏട്ടനോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? നീ ആഗ്രഹിക്കുന്ന എന്തായാലും ഈ ഏട്ടനത് നടത്തി തരും. എങ്കിൽ അവിനാശിനെ ഇനി ഈ വീട്ടിൽ കേറ്റരുത്. സൂര്യ എന്തിനാ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? എനിക്കത് ഇഷ്ടമല്ല. ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലെങ്കിലും ചെയ്യേണ്ടി വരും. നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുതെന്നല്ലേ ഏട്ടൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്? അതൊക്കെ നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ? ഏട്ടൻ പഠിപ്പിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല. നല്ലത്. പക്ഷേ ഏട്ടൻ അതിൽ പലതും മറന്നുപോയി. ജീവിതത്തിൽ പ്രാക്ടിക്കലായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോ പണ്ട് പഠിച്ചു വെച്ചതൊന്നും ചിലപ്പോൾ ഉപയോഗപ്പെടില്ല. കാരണം ബന്ധങ്ങളുടെ കെട്ടുപാടുകൾ പലപ്പോഴും എനിക്ക് ഒഴിവാക്കാൻ പറ്റാറില്ല. അതൊക്കെ ശരിയാ. പക്ഷേ അവിനാശ് ഇവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചതിയനവൻ, ദുഷ്ടൻ. അവനാ ഏട്ടനെ കൊല്ലാൻ നോക്കിയത്. ഏട്ടൻ അറിയില്ലേത്? എനിക്കറിയാം. അതിനു പകരമായി നീ അവനെ ശരിക്കും കൈകാര്യം ചെയ്തല്ലോ. അത് ഞാൻ അറിഞ്ഞു. അതെ, അവനൊരു പോലീസുകാരനാ, അത് ഓർമ്മ വേണം. എനിക്ക് അവനെ പണ്ടേ ഇഷ്ടമല്ല. ഇനി അവനെ എന്റെ മുന്നിൽ കണ്ടാൽ നല്ല ഇടി ഞാൻ ഇരിക്കും. ആ സൂര്യ അവന്റെ കൂടെ പറഞ്ഞു വിട്ടേക്ക്, അതോടെ അവന്റെ ശല്യം തീരും. ശിവ, അവളൊരു പാവം കുട്ടിയാ. നിനക്ക് അവളെ അറിയാഞ്ഞിട്ടാ. അതൊക്കെ പോട്ടെ. നാളെ രാവിലെ ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോ നീയും ഉണ്ടാവണം എന്റെ കൂടെ. സോറി ഏട്ടാ, എന്നെ നിർബന്ധിക്കല്ലേ. ഞാൻ ഒരിടത്തേക്കുമില്ല, പ്ലീസ്. ശിവ, ഞാൻ പറയുന്നത് കുറച്ചു ദിവസം കൂടെ കഴിയട്ടെ ഏട്ടാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. ദേ, നീ ഏട്ടനെ നിരാശപ്പെടുത്തരുത്. ഞാൻ ശ്രമിക്കാം. ശരി, നിന്റെ ഇഷ്ടം പോലെ. ഹലോ സാർ. ഹലോ റോക്കി, നീ എന്താ ലേറ്റ് ആയത്? നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അതെ സാർ, ഒരു ഡീലിന് പോകുമ്പോ ഫോൺ ഓഫാക്കി വെക്കുന്നത് നല്ലതാണ്. സാറ് പറയേ, ഞാൻ എന്താ സാറിന്? പക്ഷേ കൊല്ലാൻ നേരത്ത് മാത്രം പെണ്ണായി മാറും. ഭാഗ്യം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. കൊല്ലണോ അതോ തീർക്കണം? തൽക്കാലം ഒന്നിലും എനിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ല. അത്രയ്ക്ക് വേണ്ടപ്പെട്ടൊരു ബന്ധമാ. തറവാട്ടില് സർപ്പക്കാവിലെ പരിഹാരക്രിയക്ക് പോയിരിക്കവൻ. അവിടുന്ന് തിരിച്ചു വരുന്നത് അവന്റെ ശവമായിരിക്കണം. ഏറ്റു സാർ, സാറിനെ പഞ്ഞിക്കിട്ടവന്റെ പണി ഞാൻ തീർത്തിരിക്കുന്നു. പക്ഷേ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ. അവൻ ശക്തനാണ്. എത്ര കരുത്തനായാലും ശരി, അവനെ തീർത്തിട്ടേ ഈ റോക്കി മടങ്ങി വരും. ഡീറ്റെയിൽസ് മുഴുവൻ
ഞാൻ നിനക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ? ഓക്കെ സർ. അപ്പോ ഇനി പണി കഴിഞ്ഞ് കാണാം. വിട്ടോ? ഓക്കെ. ഹലോ ചേട്ടാ, നിങ്ങൾ പോവാൻ റെഡിയായി കഴിഞ്ഞോ? ശിവയെ കൊണ്ടുവന്നില്ലേ? ഇല്ല, അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അത് കൊള്ളാം. വരില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ അങ്ങ് സമ്മതിച്ചു കൊടുത്തു അല്ലേ? പിന്നെ ഞാനെന്ത് വേണം? നിർബന്ധിച്ച് കൊണ്ടുപോന്നേ. നിങ്ങളുടെ അനിയനല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യ്, നീ ചെന്ന് നിർബന്ധിക്ക്. വരുന്നെങ്കിൽ വിളിച്ചോണ്ട് വാ. ഹലോ, എന്നെങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ഞാൻ വേണമെങ്കിൽ പറഞ്ഞ് സമ്മതിപ്പിക്കാം. നിന്നെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ വെറുതെ ഏറ്റെടുക്കാൻ നിൽക്കല്ലേ. നീ ചെന്ന് വിളിച്ചാലൊന്നും അവൻ സമ്മതിക്കില്ല. മേടത്തൂർ തിരുമേനിയുടെ പൂജയ്ക്ക് അവനെ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ പിന്നെയാണോ ഈ നിസ്സാര കാര്യം എന്നെ കൊണ്ട് സാധിക്കാത്തത്? അത് നീ വിളിച്ചുകൊണ്ടൊന്നുമല്ല, അവൻ ഈ വീട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ചതുകൊണ്ടാ. ഓ, അത് ശരി. പാലം കടക്കോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാ പിന്നെ കൂരായണ കൂരായണ എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടു. പുറമെ നിങ്ങളെന്നെ ചീത്ത പറഞ്ഞെങ്കിലും അനിയൻ വന്നത് നിങ്ങൾക്ക് സന്തോഷായി എന്നൊക്കെ എനിക്കറിയാം. അമ്മയുടെ ആഗ്രഹവും നടന്നു. എന്നിട്ട് ഇപ്പൊ പറയുന്നു എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലാന്ന്. ഞാൻ പോയി ശിവയെ വിളിച്ചോണ്ട് വന്നാ എനിക്കെന്ത് തരും? ഇനി ബേക്കറിക്കാരി, ഒരു തവണ ചക്ക വീണ് മുയൽ ചത്തെന്ന് കരുതി എപ്പോഴും അത് ആവർത്തിക്കണമെന്നില്ല. അങ്ങനെ വെറുതെ ചക്ക വീണ് ചത്ത മുയലൊന്നും അല്ല ചേട്ടാ ഇത്. ഞാൻ കൈപിടിച്ചു കൊണ്ടുവന്ന ഈ വീട്ടിലെ സ്വത്താ അത്. നീ ഈ വീട്ടിലെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതെ നീ നിന്റെ വീട്ടിൽ പോയി അനിയത്തിയുടെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് അന്വേഷിക്കേ. അതൊക്കെ കല്യാണം നടത്താൻ തീരുമാനിച്ചവര് തന്നെ അന്വേഷിച്ചാ മതി. എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ എന്റെ അനിയത്തിയുടെ കല്യാണം നടത്താൻ നിങ്ങൾ തീരുമാനിച്ചത്. എന്നെ ഇവിടെ ഇറക്കി വിടാനുള്ള തിടുക്കം കൊണ്ടല്ലേ. പക്ഷേ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് വരെ നിങ്ങളുടെ ഭാര്യ എന്നുള്ള അധികാരവും അവകാശവും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനിയന്റെ കാര്യത്തിൽ ഇടപെടാൻ എനിക്കും അവകാശമുണ്ട്. വെറുതെ കയറി ചൊറിയാൻ വരില്ലേ? എന്നാ നീ പോയെന്ന് ശ്രമിച്ചു നോക്ക്, അവനെ റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന്. അയ്യോ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. നിങ്ങളുടെ അനിയനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ ബേക്കറിക്കാരിയെ കൊണ്ട് തോറ്റു. ശിവ, 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 ശിവ. ചേടാ, ഇതെവിടെ പോയി? ശിവ, ഏയ് വേണ്ട, നമുക്ക് കാറിൽ തന്നെ പോവാം. എല്ലാ ദിവസവും കാറിലല്ലേ പോകുന്നത്, ഇന്ന് ഞാൻ ബുള്ളറ്റ് കൊണ്ടുവിടാം. ഒരുപാട് നാളായില്ലേ നീ ബൈക്കൊക്കെ ഓടിച്ചിട്ട്? റിസ്കാ, നമുക്ക് കാറിൽ പോവാം. വാ. പ്ലീസ് ഏട്ടാ, ഇന്ന് ഒരു ദിവസത്തേക്ക് എന്റെ ഒരു ആഗ്രഹത്തിന്. ഏയ്, അതൊന്നും ശരിയാവില്ല. നീ ഇറങ്ങ, വാ, നമുക്ക് കാറിൽ പോവാം. ശിവ, ഞാൻ ഈ ബുള്ളറ്റിൽ നിന്ന് കയറിക്കോട്ടെ. എന്നെ ഒരു റൗണ്ട് ചുറ്റിക്കോ? അതിനെന്താ, ഇപ്പൊ തന്നെ ചുറ്റിക്കാം. വാ, കേറിക്കോ.
കേറിയ കേട്ടോ നിക്കേ ഓഫീസിൽ പോകാൻ സമയമായി ഇറങ്ങോട്ട് പോ നിക്കടി, നീ ആരാ? മന്ത്രവാദിയോ അതോ മായാജാലക്കാരിയോ? എത്ര പെട്ടെന്നാ ഇവളാ ഭ്രാന്തനെ പാട്ടിലാക്കിയത്. അതിനെന്തിനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? മിണ്ടായിരിക്കടി. DKയുടെ ഭാര്യയായിട്ട് വേഷം കെട്ടി വന്ന ഈ ബേക്കറിക്കാരി നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ അമരാവതിയിലെ മഹാറാണിയുടെ കസേരയിൽ കയറിയിരിക്കുന്നത് ഇനിയും നമ്മൾ സഹിക്കണോ? സഹിക്കണം. അങ്ങനെ സഹിച്ചും ക്ഷമിച്ചും അമരാവതിയിൽ നിൽക്കാൻ പറ്റാത്തവർക്ക് മറ്റെങ്ങോട്ട് വേണമെങ്കിലും പോവാം. മായജി കേട്ടില്ലേ ഇവള് പറയുന്നത്? നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോവാൻ ഇവൾക്ക് എങ്ങനെ ധൈര്യം വന്നു നമ്മളോട് ഇങ്ങനെ പറയാൻ? ഈ വീട്ടിലെ എന്റെ അധികാരവും അവകാശവും ഒന്നും നീയൊന്നും എന്നെ പറഞ്ഞു പഠിപ്പിക്കണ്ട. ഞാൻ DKയുടെ ഭാര്യയാണ്, SKയുടെ ഏട്ടത്തിയമ്മ, നിന്റെയൊക്കെ അമ്മായിയമ്മ. ആ നിലയും വിലയും മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ എന്നോട് സംസാരിക്കാവൂ. ഇല്ലെങ്കിലേ 3 മരുമക്കളും എന്റെ കൈയുടെ ചൂടറിയും. ഒരു കാര്യം കൂടി എന്റെ 3 മരുമക്കൾ ഓർത്തു വെച്ചോ. ഇന്നേക്ക് 100 ദിവസം തികയുന്നതിന് മുമ്പ് സുപ്രിയയുടെ സ്ഥാനത്ത് DK എന്നെ ഭാര്യയായി അംഗീകരിച്ചിരിക്കും. അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ മായച്ചി? ജ്യോതി പറഞ്ഞാൽ എന്താ തെറ്റ്? പക്ഷെ നമ്മൾ എന്തിനാ ജ്യോതി ഇനി ശത്രുവായിട്ട് കാണുന്നത്? നീ എന്താ ഞങ്ങളെ ചോദ്യം ചെയ്യാണോ? നിനക്കെന്താ ഇപ്പൊ ഒരു മനംമാറ്റം? എന്റെ മനസ്സ് മാറിയതൊന്നും അല്ല, ചില സത്യങ്ങൾ അറിയാൻ വൈകിയെന്നേ ഉള്ളൂ. അതറിഞ്ഞപ്പോ അവള് ചെയ്യുന്നതിന് ശരിയുണ്ടെന്ന് തോന്നി. എന്തൊക്കെയാ നീ കണ്ട ശരി? ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. അവള് സൂര്യയുടെ ജീവൻ രക്ഷിച്ചത് ശരിയല്ലേ? ഇപ്പൊ SK ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നത് തെറ്റാണോ? ദേ, നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ഓർക്കണം. DK താലി കെട്ടിയ പെണ്ണ് തന്നെയാ ജ്യോതി. അതുകൊണ്ട് തന്നെ DK നാളെ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചാലും എനിക്ക് ഒരു പരാതിയില്ല. ഇവളിത് എന്തിനുള്ള പുറപ്പാടാ മായച്ചി? അവളുടെ പുറപ്പാട് എന്തായാലും DKയുടെ ഭാര്യയായി ജ്യോതിയെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കില്ല. സുധാകരൻ നായർ എന്നാ വരുന്നത്? ചില കാര്യങ്ങൾ കൂടി തീരുമാനിക്കാനുണ്ട്. 4-ാം തീയതി വരുമെന്നാ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞത്. അച്ഛന്റെ യാത്രകളൊക്കെ അങ്ങനെയാണല്ലേ, പിറ്റേ ദിവസം വരുമെന്നും പറഞ്ഞു പോവും. പക്ഷെ പഴയ കൂട്ടുകാരെയൊക്കെ കണ്ട ഞങ്ങളുടെ കാര്യം പിന്നെ അച്ഛൻ മറക്കും. പിന്നെ ദിവസം 4-5 കഴിയും തിരിച്ചെത്താൻ. അക്കാര്യത്തിൽ ഇവിടെ ഒരാൾ മോശമൊന്നുമല്ല. എങ്ങോട്ടെങ്കിലും പോയാൽ തന്നെ എപ്പോഴും നമ്മൾ വിളിച്ചോണ്ടിരിക്കണം, എപ്പോഴാ വരുന്നത് ചോദിച്ചു. അത് പിന്നെ വീട് വിട്ട് ഇറങ്ങുമ്പോഴല്ലേ നമുക്കൊരു മനസമാധാനം കിട്ടുന്നത്. ഉവ്വ് സമ്മതിച്ചു. ആശാലതേ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? വിവാഹത്തിന് വലിയ ആർഭാടമൊന്നും വേണ്ടെന്ന ഞങ്ങളുടെ അഭിപ്രായം. ആ കാര്യം സുധാകരൻ നായരോട് കൂടി ഒന്ന് സംസാരിക്കാനാ ഞങ്ങളിപ്പോ വന്നത്. അത് സാരമില്ല, ആർഭാടങ്ങൾ കൂട്ടുന്നതിനോട് ഞങ്ങൾക്കും താല്പര്യമില്ല. പക്ഷേ DKയോട് ഇക്കാര്യം സംസാരിച്ചോ? ഇല്ല, സംസാരിക്കണം. ഇനിയിപ്പോ സുധാകരൻ നായർ വരട്ടെ, എന്നിട്ടാവാം. സുധേട്ടൻ രാത്രി വിളിക്കുമ്പോ ഞാൻ കാര്യം പറയാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. സുധാകരൻ നായർ വരുമ്പോ വിളിക്കാൻ പറഞ്ഞാ മതി. അല്ല, ചായ എന്തേലും കുടിച്ചിട്ട്. അയ്യോ,
ഇന്നിപ്പോ നേരമില്ല, പിന്നെ ഒരിക്കലാവാം. പ്രിയമോളെ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി എന്നാ. അമ്മ എന്ത് പണിയായി കാണിച്ചത്? ഞാനെന്ത് കാണിച്ചു? നമുക്ക് ആർപ്പാടൊന്നും വേണ്ടെന്ന് അമ്മ എന്തിനാ പറയാൻ പോയത്? പിന്നെ അവരിങ്ങനെ പറയുമ്പോ ഞാൻ എന്ത് മറുപടി പറയാനാ? കല്യാണത്തിന് അത്യാവശ്യമുള്ള ആർഭാടമൊക്കെ വേണം. അത് വേണോ വേണ്ടയോ എന്ന് DK അല്ലേ തീരുമാനിക്കുന്നത്. ആ, ഏട്ടനോട് ഞാൻ സംസാരിച്ചോളാം. നമ്മുടെ റെസ്റ്റോറന്റിലെ ചെയേഴ്സ് മുഴുവൻ മാറ്റണം. മാറ്റാം. ചേട്ടാ, നമ്മുടെ റെസ്റ്റോറന്റിന്റെ ഇൻചാർജ് ആർക്കാ? ബാലു. ചുമ്മാതല്ല, എല്ലാം ഓൾഡ് സ്റ്റൈൽ. ഏട്ടന്റെ മുമ്പിൽ വന്ന് ഇതൊക്കെ പറയണമെങ്കിൽ അവന്മാരുടെ മുട്ടിടിക്കും. എനിക്ക് അവന്മാരെ പണ്ടേ ഇഷ്ടമല്ല. അതെന്താ? എനിക്ക് കിട്ടാനുള്ള ഏട്ടന്റെ സ്നേഹം പകുതിയും തട്ടിയെടുത്ത ബ്ലഡി ഇഡിയറ്റ്സ് അല്ലേ? ആര് പറഞ്ഞു? നിനക്ക് തരാനുള്ള സ്നേഹം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഷുവർ? ഷുവർ. ഇനി ഒരിക്കലും നീ അവരെ കുറ്റപ്പെടുത്തരുത്. നമ്മുടെ ഒരേ ഒരു പെങ്ങളുടെ മക്കളല്ലേടാ അവര്. എനിക്ക് അതൊന്നും അറിയണ്ട. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം രാത്രി ഞാൻ ഏട്ടന്റെ മുറിയിൽ കിടക്കാൻ വന്നു. എന്നും ഏട്ടനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയിരുന്ന ഞാൻ അന്ന് കണ്ടത് ഏട്ടൻ അവന്മാരെ 3 പേരെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നതാ. ഏട്ടൻ അന്ന് തന്നെ ആ മുറിയിൽ കിടത്തിയില്ല, അമ്മയുടെ മുറിയിൽ പോയി കിടന്നോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ച നീ എന്നോട് സംസാരിച്ചില്ല. അവന്മാരെ കെട്ടിപ്പിടിച്ചതിന്റെ കുശുമ്പ് നിനക്ക് ഇപ്പോഴും ഉണ്ടോടാ? അന്ന് എനിക്ക് ഏട്ടനോട് തോന്നിയ ദേഷ്യം, കൈ കിട്ടിയതൊക്കെ ഞാൻ തല്ലിപ്പൊട്ടിച്ചു, അമ്മയോട് വഴക്കിട്ടു. പിന്നെ തരം കിട്ടിയപ്പോഴൊക്കെ ഞാൻ അവന്മാരെ ദ്രോഹിച്ചു. അതെ അതെ, ഒടുവിൽ ഞാൻ വഴക്ക് പറഞ്ഞിട്ടാ നീ അത് നിർത്തിയത്. ഏട്ടൻ വഴക്ക് പറയുമ്പോ എനിക്ക് സങ്കടം വരും. അവന്മാര് വന്ന ശേഷം ഏട്ടന്റെ കൂടെ കിടക്കാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്കുള്ള സ്നേഹം പകുത്തുപോയി. അന്നു മുതൽ എനിക്ക് അവന്മാരുടെ കലിയായി. അന്ന് നിന്റെ ഭാര്യ എഴുന്നേറ്റ് വന്നതുകൊണ്ട് സത്യം എന്താണെന്ന് എന്റെ മോക്ക് മനസ്സിലായി. അവക്കിപ്പം നിന്നെ കാണുന്നതേ ഇഷ്ടമല്ല. ഇനി എനിക്ക് ആരോടും ഒന്നും മറച്ചു വെക്കാനില്ല. എന്റെ ഭർത്താവിനോടും DKയോടും നടന്നതെല്ലാം വള്ളി പുള്ളി വിടാതെ ഞാൻ തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കും. കൊള്ളാം, പൂച്ച പുലിയായി. ദേ, ഇതിലുള്ള ഫോട്ടോസ് എല്ലാം കൂടി ഞാനങ്ങ് പരസ്യമാക്കാം. അല്ല വേണ്ട, അല്ല വേണ്ട. മോളെ, കല്യാണം കഴിക്കാൻ വന്ന പയ്യന്റെ അച്ഛനില്ലേ, ഒരു ഹരികുമാര മേനോൻ, ഞാനിതെല്ലാം കൂടെ അങ്ങനെ കൊടുക്കാം. വയസ്സാം കാലത്ത് മരുമകളുടെ ലീലകളൊക്കെ ഒന്ന് കണ്ടിരിക്കട്ടെ. അങ്ങനെ എന്നെ ചതിച്ചിട്ട് മകളുടെ കല്യാണം നടത്താമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എല്ലാം അമ്മയുടെ നിർബന്ധം പോലെ നടക്കട്ടെ. അമ്മ പോയി അവരെ കൂടെ വിളിക്കും. അത് കഴിഞ്ഞ് ശിവയോട് സംസാരിക്കാം. ഓക്കെ മൈസർ, ഞാൻ അവനോട് സംസാരിച്ചോളാം. ഹലോ ചിൽഡ്രൻസ്, ഇതുവരെ നിങ്ങളുടെ ഈറ്റിംഗ് കഴിഞ്ഞില്ലേ? ഞങ്ങളൊക്കെ കഴിച്ചു തീരാറായമ്മേ. അതെ, ഞാൻ നിങ്ങളോടൊക്കെ ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടി വന്നതാ. ടുമോറോ മോർണിംഗ് യു ആർ ഗോയിങ്. എവിടെ പോകുന്ന കാര്യമാ അമ്മ ഈ പറയുന്നത്? തറവാട് ക്ഷേത്രത്തിലെ. അതിന് ഞങ്ങളും വരണോ? നമുക്കും കൂടി പോയാൽ എന്താ കുഴപ്പം? പൂജ മുടങ്ങിയതിനെ ഉക്കിര കോപത്തിലാ സർപ്പദൈവങ്ങള്. പരിഹാരക്രിയ ചെയ്തേ പറ്റൂ. അതിന്റെ ദോഷങ്ങള് ഈ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാകും. പരിഹാരക്രിയകളൊക്കെ നടക്കട്ടെ.
അതിന് ഞങ്ങൾ എന്തിനാ വരുന്നേ? അതെന്താ, നിങ്ങൾ ഈ വീട്ടിലുള്ളവരല്ലേ? അപ്പോ ഈ വീട് നശിച്ചു കാണണമെന്നാണോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? അമ്മ തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. പിന്നെ പരിഹാരക്രിയകൾക്കുള്ള പൂജകളാണെങ്കിലും അത് നടക്കുമെന്ന് എന്താ ഉറപ്പ്? നീ എന്താ ഉദ്ദേശമായേ? ഇതിനേക്കാൾ വലുതായി കൊട്ടിഘോഷിച്ച് മേഴത്തൂർ സ്വാമികളെ കൊണ്ടുവന്ന് ഇവിടെ നടത്തിയ പൂജ മുടങ്ങിയില്ലേ? ഇതും അതുപോലെ സംഭവിക്കില്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? എസ്കെയുടെ കാര്യത്തില് ഒരുറപ്പും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തിനാ ഇതിനെ ഇത്ര നെഗറ്റീവായിട്ട് കാണുന്നത്? അന്നത്തെ പോലെ നാളെ സംഭവിക്കില്ല. സംഭവിക്കാതെ ഇരുന്നാ കൊള്ളാം. അതുപോലെ അവിടെ പോയ എസ്കെ ഭ്രാന്ത് കാണിക്കില്ലെന്ന് പറയാൻ പറ്റുമോ? വീട്ടിലെ പൂജ മുടങ്ങിയ പോലെ അല്ല ക്ഷേത്രത്തിലെ കാര്യങ്ങള്. പൂജയ്ക്ക് ഞങ്ങളും കൂടി ഉണ്ടെങ്കിൽ ആ സർപ്പശാപം ഞങ്ങൾക്കും കിട്ടും. അത് തലയിലേറ്റി വെക്കാൻ വയ്യാത്തതുകൊണ്ടാ ഞങ്ങൾ വരില്ലാന്ന് പറഞ്ഞത്, അല്ലാതെ ആരോടും ദേഷ്യമുള്ളത് കൊണ്ടൊന്നും അല്ല. എല്ലാവർക്കും കുടുംബസ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇവർക്ക് രണ്ടുപേർക്കും ബുദ്ധി വിവേകം ഇല്ലെന്ന് കരുതാം, പക്ഷെ നിനക്കോ? നീയല്ലേ ഇവരെക്കാൾ മൂത്തത്. ഒരു തെറ്റ് പറ്റിയാ പറഞ്ഞു നിർത്തേണ്ടത് നീയല്ലേ? നീയാണോ ഇവരെ കൂടെ വഴിതെറ്റിക്കുന്നത്? അമ്മേ, സത്യം പറഞ്ഞാ പേടിച്ചിട്ടാ. പാമ്പിനെയൊക്കെ സ്വപ്നം കണ്ടാൽ തന്നെ എനിക്ക് പേടിയാ. സർപ്പക്കാവിലൊക്കെ തൊഴാൻ പോകുന്നത് പണ്ടേ എനിക്കിഷ്ടമല്ല. അമ്മ ഇവര് നിർബന്ധിക്കണ്ട, ഞാൻ വരാം പൂജയ്ക്ക്. നോ, ആരും വരണ്ട. ആവശ്യം എന്റെയും എന്റെ മക്കളെ ആയിപ്പോയില്ലേ? എന്തു വന്നാലും ഞാൻ എന്റെ മക്കളെ കൂടെ ഒക്കെ അനുഭവിച്ചോളാം. മായച്ചി എന്ത് പണിയായി കാണിച്ച്? വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോ ഇങ്ങനെയാണോ പെരുമാറുന്നത്? അത്രയ്ക്ക് നിർബന്ധമായിരുന്നെങ്കിലേ നിനക്കങ്ങ് പോവായിരുന്നല്ലോ. ഞങ്ങളാരും തടഞ്ഞില്ലല്ലോ. ഇവള് ഈയിടെയായിട്ട് വല്ലാതെ വിളയുന്നുണ്ട്. ഒരുപാട് വളയല്ലേ ചിത്രേ, ഒടിഞ്ഞു പോവും. രണ്ട് വള്ളത്തിൽ ചവിട്ടി നിക്കല്ലേ ചിത്രേ. അവസാനം വെള്ളത്തിൽ വീഴുമ്പോ ആരും കാണില്ല. മോനെ, പാതാളനാഗവും മണിനാഗവും വാഴുന്ന സർപ്പക്കാവ. ഈ പരിഹാരം ചെയ്യുന്നതോടുകൂടി നമ്മുടെ കുടുംബത്തിലെ ദോഷങ്ങൾ മുഴുവനായിട്ട് മാറിക്കിട്ടും. അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ വരില്ല. അമ്മയ്ക്കറിയില്ലേ ഞാൻ എന്താ അവിടേക്ക് വരാത്തതെന്ന്. വയ്യ അമ്മേ, എനിക്ക് വയ്യ. എന്തായി അമ്മ? എസ്കെ സമ്മതിച്ചോ? ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞില്ലേ. ശിവ വരുന്നില്ലെങ്കിൽ വരണ്ട. ഡിക്കയോട് ഞാൻ സംസാരിച്ചോളാം. എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി രാവിലെ തന്നെ പോണം. ജ്യോതി പോകുന്നുണ്ടോ? എങ്കിൽ ഞാനും വരാം. ആഹാ, ശിവ, അമ്മയും ഡിക്കയും പറയുന്നത് കേൾക്കണം. ശിവയുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അവരിതെല്ലാം പറയുന്നത്. ഞങ്ങളെല്ലാം കൂടെയില്ലേ? അവിടെ വെച്ച് ശിവയ്ക്ക് ഒരു കുഴപ്പവും സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. എന്നെ വിശ്വാസമില്ലേ? ഞാൻ വരാം, എനിക്ക് വിശ്വാസം. ഞാനും അമ്മയും പറഞ്ഞിട്ട് സമ്മതിക്കാത്തവൻ ആ ബേക്കറിക്കാരി പറഞ്ഞപ്പോ സമ്മതിച്ചു. താങ്ക് യു ബേട്ടി.
നീ ചെയ്തതേ വലിയൊരു കാര്യ. ഞാനും DK ഫെയിൽ ആയെടുത്ത് യു സക്സസ്. കീപ് ഇറ്റ് അപ്പ് ബേട്ടി, കീപ് ഇറ്റ് അപ്പ്. പരിഹാരക്രിയകൾ കഴിയുന്നവരെ അവൻ ഒരു കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു. മൂന്ന് പേര് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ചെല്ലാത്തന്റെ കാരണം ചോദിച്ച് നാഗദേവികൾ ഇങ്ങോട്ട് വരും. ഈ കെയർഫുൾ. അമ്മേ പോവാം. 2 ദിവസത്തേക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധ വേണം. മായ റെസ്റ്റോറന്റിൽ അടിക്കുന്നു പോണം. പോകാം. ആ ദേ 3 പേരും കൂടെ വീട് നന്നായിട്ട് നോക്കിക്കോണം. ജ്യോതിയായിട്ട് വഴക്കിടാൻ പോയേക്കരുത്. മനസ്സിലായോ? മനസ്സിലായമ്മ. ഞങ്ങളായിട്ട് ഒരു പ്രശ്നത്തിനും പോവില്ല. അമ്മ പോയിട്ട് വാ. ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഉണ്ടാവാതിരുന്നാ നല്ലത്. കമോൺ മൈ ഡിയർ സൺ. ആ ഗോകുൽ, ബാലു, റിയലി സർപ്രൈസ്ഡ്. ശ്രീയേട്ടൻ എവിടെ? ശ്രീ വരും, കുറച്ചു ദിവസം കഴിയും. സുഖമാണോ മായ? ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല. നിങ്ങളവിടെ ഓക്കെ അല്ലേ? ഓ ഓക്കെയാന്ന്. ആ DK പോയല്ലേ? പക്ക ടൈമിംഗ് ആയിരുന്നു നിങ്ങളുടെ വരവ്. അകത്തേക്ക് വാ, വിശേഷങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്. വാ.